ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജെൻഡർ, കുടുംബം, സ്വാതന്ത്ര്യം എന്നാണ് നമ്മളുടെ ഈ ഒരു സെഷൻ്റെ ടൈറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത വശങ്ങളിൽ നിന്നുകൊണ്ടുള്ള സംസാരങ്ങളാണ് ഈ ഒരു സെഷനിൽ ഇവിടെ നടക്കുന്നത്. നമ്മളുടെ സമൂഹത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങൾ പല രൂപത്തിൽ നമ്മളുടെ ചർച്ചകളിലും ആലോചനകളിലുമൊക്കെ വരുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസേണുകളും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമൊക്കെ ധാരാളമായി നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അത്തരം ഇടങ്ങളിലുമൊക്കെ അത്തരം ചർച്ചകൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവെ മതങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകൾ ഇത്തരം കാര്യങ്ങളുടെ വിഷയത്തിൽ വരാറുണ്ട്. ആ മതങ്ങളിൽ തന്നെ ഇസ്ലാമിനെയാണ് പലപ്പോഴും ഈ വിഷയത്തിൽ വിമർശന വിധേയമാക്കാറുള്ളത്. കാരണം ഒരു മതസമൂഹങ്ങൾക്കിടയിൽ ഈ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു മതം, ഒരു ആശയം, ഒരു ദർശനം ഇസ്ലാമാണ് എന്നതുകൊണ്ട് കൂടിയായിരിക്കും ഇസ്ലാമിനെ മുൻനിർത്തിയിട്ട് ഇത്തരം ചർച്ചകളൊക്കെ നമുക്കിടയിൽ ധാരാളമായി നടക്കുന്നത്. ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു മതമാണ് എന്ന് പറയുന്ന ഒരു വലിയ അർത്ഥത്തിലുള്ളൊരു വിവേചനം ഇസ്ലാമിൽ നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ചർച്ചകളെ നമുക്ക് ധാരാളമായിട്ട് അതിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. അതിലാണ് കുടുംബമടക്കം വരാറുള്ളത്. അതായത് കുടുംബം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്, സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു സംവിധാനമാണ് കുടുംബമെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം അടിമത്തങ്ങളിൽ നിന്ന്, അത്തരം അസ്വാതന്ത്ര്യത്തിൻ്റെതായ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ കുടുംബമെന്ന സംവിധാനത്തിൽ നിന്നും പുറത്തു കടക്കേണ്ടതുണ്ട്. കുടുംബമെന്ന സംവിധാനം നിലനിൽക്കുന്നുവോളം ഈ പറയുന്ന പുരുഷാധിപത്യം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ആ പറയുന്ന ഒരു പ്രചരണത്തിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിബറൽ ആശയങ്ങളും അത്തരം ജെൻഡർ പൊളിറ്റിക്സുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് കുടുംബ സംവിധാനത്തെയാണ്. കാരണം ഈ കുടുംബ സംവിധാനം തകർക്കപ്പെടുന്നതിലൂടെയാണ് ഈ പറയുന്ന രൂപത്തിലുള്ള അവരുടെ ആശയങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ അത് കടത്തിവിടാൻ കഴിയുന്നത് ഈ കുടുംബ സംവിധാനത്തിൻ്റെ തകർച്ചയോടുകൂടിയാണ്. അത് നമുക്ക് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ആശയങ്ങളും മറ്റും നമുക്കിടയിൽ പ്രചരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ലിബറൽ ആശയങ്ങൾ, ഒരു വശത്ത് ഈ പറയുന്ന ലിബറൽ ആശയങ്ങളുടെ പ്രചരണങ്ങളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെയും നമുക്കറിയാം മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ അതിനുള്ളിലുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികളടക്കം ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച് അത്ര പോസിറ്റീവായ രീതിയിലല്ല പലപ്പോഴും ആ ചർച്ചകളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളിലും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, അത്ര ശുഭകരമായ രീതിയിലല്ല അവരതിനെ കാണുന്നത്. പലപ്പോഴും വിവാഹം, കുടുംബം എന്ന് പറയുന്ന ജീവിതത്തോട് ഒരു വിമുഖത പ്രകടിപ്പിക്കുന്ന, അത് അത്ര താല്പര്യത്തോടു കൂടിയല്ലാതെ അതിനെക്കുറിച്ചൊക്കെ വീക്ഷിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രവണത വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് ഇത്തരം ലിബറൽ ആശയങ്ങളുടെ ധാരാളമായിട്ടുള്ള അതിൻ്റെ പ്രചരണങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മളുടെയൊക്കെ കുടുംബ സിസ്റ്റത്തിനകത്ത് നിലനിൽക്കുന്ന
തെറ്റായ പ്രാക്ടീസിങ് എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു കാരണം കൂടിയാണ്. കാരണം വളർന്നു വരുന്ന തലമുറകൾ കാണുന്നതും അനുഭവിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഇത്തരം അനുഭവങ്ങളാണ്. കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പലരും അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള വയലൻസുകൾ, അത് നമുക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ കഴിയില്ല. അത്തരം വയലൻസുകൾ പലപ്പോഴും നമ്മളുടെ സമൂഹത്തിലുണ്ട്. പൊതുവെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ പല രൂപത്തിലുള്ള വയലൻസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് കുടുംബത്തിനകത്തും പല രൂപത്തിൽ ആ വയലൻസുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ വളരെ ആക്റ്റീവായ രൂപത്തിൽ, വളരെ പ്രത്യക്ഷമായ രൂപത്തിലുള്ള വയലൻസുകൾ മാത്രമല്ല, അതാണ് പലപ്പോഴും പുറം ലോകം അറിയാറും ശ്രവിക്കാറുമൊക്കെ ഉള്ളത്. അതല്ലാത്ത രൂപത്തിൽ പരോക്ഷമായ രൂപത്തിലുള്ള വയലൻസുകളും ധാരാളമായി നമ്മളുടെ കുടുംബത്തിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തലമുറ പലപ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനോടൊരു വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള കാരണവും പരിഹാരത്തിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്തെ ഊന്നിക്കൊണ്ട് 1-2 കാര്യങ്ങളാണ് എൻ്റെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടിൽ, അതിൽ കുടുംബ ജീവിത കാഴ്ചപ്പാടിൽ ഒരിക്കലും ഈ പറയുന്ന രൂപത്തിൽ അത് ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ഹനിച്ചുകൊണ്ട് അവരെ ഈ ഒരു തരത്തിൽ അവർക്ക് മേലൊരു അധികാര പ്രയോഗം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന രൂപത്തിലല്ല ഒരിക്കലും ഇസ്ലാം കുടുംബത്തെ വിഭാവന ചെയ്യുന്നത്. മറിച്ച് സ്ത്രീയെയും പുരുഷനെയും ഇസ്ലാം ഒരു പരസ്പര പൂരകമായിട്ടുള്ള അസ്തിത്വങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. അവർക്ക് 2 പേർക്കും ചേർന്ന് നിന്ന് നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ അവകാശങ്ങൾ, ബാധ്യതകൾ, ഇതൊക്കെയും പരസ്പര പൂരകമാണ്. അത് പരസ്പര പൂരകമാകുമ്പോൾ തന്നെയും പുരുഷന്മാർക്കാണ് ഇസ്ലാം കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അവർ കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടവർ എന്ന രൂപത്തിലും, അതുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടവർ എന്ന അർത്ഥത്തിലും അവർക്ക് ധാരാളമായിട്ടുള്ള അവകാശങ്ങളാണ് കൂടുതലായിട്ട് കുടുംബജീവിതത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കെ തന്നെയും പക്ഷെ നമ്മൾക്കിടയിലുള്ള പലപ്പോഴുമുള്ള പ്രാക്ടീസിങ് എന്ന് പറയുന്നത് തികച്ചും അതിന് വിരുദ്ധമായി മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെയുള്ള നാട്ടുനടപ്പ് എന്ന് പറയുന്ന ചില സിസ്റ്റങ്ങളുണ്ട്. ഈ നാട്ടുനടപ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളത് ഫോളോ ചെയ്യുന്നവരായി മാറുമ്പോൾ അത് നാട്ടുനടപ്പ് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ, ഇസ്ലാമിൻ്റെ നീതിയുടെ കാഴ്ചപ്പാടുകളെ ഹനിക്കുന്ന രൂപത്തിലുള്ള നാട്ടുനടപ്പുകളെ നമ്മൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. പലപ്പോഴും അങ്ങനെയുള്ള നാട്ടുനടപ്പുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ഒരു കുടുംബത്തിനകത്ത് ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന അവരുടെ സംരക്ഷണങ്ങൾ, അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വിവാഹപ്രായമെത്തുന്ന ഒരു പെൺകുട്ടി ആരെ വിവാഹം കഴിക്കണം എന്നത് മുതൽ ഇസ്ലാമിന് അവരുടേതായ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും മാതാപിതാക്കൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മാതാപിതാക്കളുടെ ആ ഒരു സ്ഥാനവും അവരുടേതായ അവരുടെ റോളുമൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തുമ്പോൾ അവർ ആരെ ഇണയായി സ്വീകരിക്കണം എന്നതിൽ അവസാന വാക്ക് ആ പെൺകുട്ടിയുടേത് തന്നെയാണ് എന്ന് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. കാരണം അവരാണ് അവരുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അതിനാവശ്യമായ ഗൈഡൻസ്, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയും മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ നൽകാം. അതോടൊപ്പം ആ ഒരു ആരെയാണോ വിവാഹം കഴിക്കേണ്ടത് എന്നതിലുള്ള ഒരു തീരുമാനം അവർക്കുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇത് നിഷേധിക്കപ്പെടുന്ന പ്രവണതകളുണ്ട്. മുമ്പ് കാലത്തൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പുതിയ കാലത്ത് അതിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും, ഒരു പെൺകുട്ടി റസൂലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പരാതി പെടുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് പരാതി പറയുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യണം റസൂലെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിനക്ക് വേണമെങ്കിൽ ആ വിവാഹം റദ്ദ് ചെയ്യാം, അത് ദുർബലപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്,
എനിക്ക് വേണ്ട, എൻ്റെ മാതാപിതാക്കൾ എനിക്കായി തിരഞ്ഞെടുത്തതിനെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു വിഷയത്തിൽ പെൺകുട്ടികളുടെ അഭിപ്രായത്തിനും ഇഷ്ടത്തിനും അവിടെ പരിഗണനയുണ്ട് എന്നത് മാതാപിതാക്കൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ വന്നത് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അവിടുന്ന് തുടങ്ങി പിന്നീട് നമുക്കറിയാം വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മഹർ എന്ന് പറയുന്നതാണ്. ഈ മഹർ എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ അവകാശമാണ് എന്നും ആ മഹർ എത്ര വേണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് തീരുമാനിക്കാം എന്നും ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയൊക്കെ ഇസ്ലാമിൽ ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവിടെ പലപ്പോഴും ഒരു പെൺകുട്ടി അവരുടെ മഹർ ഇത്ര വേണം എന്ന് പറയുന്ന ഒരു രീതിയില്ല. ആ രീതി ഇല്ലാത്തത് പെൺകുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ ആവശ്യമില്ലാത്തത് കൊണ്ടോ അതിൻ്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല. മറിച്ച് പൊതുവേ നമ്മളുടെ നാട്ടിൽ തുടർന്നു പോരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ മഹറായി തന്നാൽ അത് സ്വീകരിക്കാം, അതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമ്മൾ മഹറൊക്കെ ഇപ്പം നമ്മൾ പറയാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി പൊതുവെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടി പറയാണ് എനിക്ക് ഇത്ര മഹറായിട്ട് വേണം എന്ന് ഒരു പെൺകുട്ടി ആവശ്യപ്പെടുമ്പോൾ അതിന് പൂർണ്ണ മനസ്സോടുകൂടി അത് കൊടുക്കാൻ കഴിയോ ഇല്ലേ എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ആ പറയുന്ന ഒരു ആവശ്യപ്പെടലിനെ, അവരുടെ ഒരു ഡിമാൻഡിനെ പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കാൻ കഴിയുന്ന എത്ര പുരുഷന്മാരുണ്ടാകും എന്ന് പറയുന്നതും ഒരു പ്രശ്നമാണ്. അവൾ അങ്ങനെ ആവശ്യപ്പെടുകയോ എങ്കിൽ അവൾക്ക് വേറെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിൽ ആലോചിക്കുക. ശരിക്കും ആ പെൺകുട്ടി അങ്ങനെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് പടച്ചോൻ അവർക്ക് നൽകിയ ഒരു അവകാശമാണല്ലോ. പടച്ചോൻ നൽകിയ ഒരു അവകാശത്തെക്കുറിച്ച് ഒരു പെൺകുട്ടി ഉന്നയിക്കുമ്പോൾ അതിനെ യാതൊരു തരത്തിലുള്ള അലോസരവുമില്ലാതെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ പുരുഷന്മാർക്ക് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന തെറ്റായ പ്രാക്ടീസിങ്ങിൻ്റെ ഫലമായിട്ട് കൂടി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ നമുക്കറിയാം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവിടെ പുരുഷന് മേലാണ് ധാരാളമായിട്ട് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ വരുന്നത്. ആ സ്ത്രീ, ആ പെൺകുട്ടിയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒരു പുരുഷന്റെ മേലാണ് ഇസ്ലാം നിർണയിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടത് എപ്പോഴാണ് എന്ന് പുരുഷനോട് പറയുമ്പോൾ അവർക്ക് ബാഅത്ത് ഉണ്ടാവുമ്പോൾ എന്ന് പറയുന്നുണ്ട്. ഈ ബാഅത്തിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തികവും ശാരീരികവുമായ ശേഷി ഉള്ള ഒരു സന്ദർഭം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ആ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനായിട്ടും ഒരു പുരുഷനാണ് ഇസ്ലാം നൽകുന്നത്. അവിടെ നമുക്കറിയാം ഭക്ഷണം, വസ്ത്രം എന്ന് പറയുന്ന കാര്യം ഓക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം പുരുഷന്മാർ പൊതുവെ വിവാഹം കഴിക്കാറുള്ളത് ഈ അർത്ഥത്തിൽ ഒരു ജോലിയും വരുമാനമൊക്കെ ഉണ്ടാവുമ്പോഴാണ്. പക്ഷേ അപ്പോഴും അവിടെ പാർപ്പിടത്തിൻ്റെതായ, താമസത്തിൻ്റെതായ ഒരു വിഷയത്തിൽ നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളുടെ നാട്ടിലൊക്കെ പലപ്പോഴും വലിയ മൂല്യമുള്ള ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കപ്പെടാറുള്ള ഒരു കാര്യം കൂട്ടുകുടുംബ സംവിധാനമാണ്. എല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ, ബന്ധങ്ങളുടെ പരസ്പരമുള്ള ബന്ധങ്ങളുടെ അടുപ്പവും അത്തരം കാര്യങ്ങളുമൊക്കെ അതിന് മുൻനിർത്തിയിട്ടാണ് അത് വലിയ ഒരു നന്മയായിട്ടും മൂല്യമായിട്ടും പൊതുവെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ കൂട്ടുകുടുംബ സിസ്റ്റത്തിൽ ഈ പറയുന്ന പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് ഉണ്ടാവുമ്പോൾ തന്നെയും ഇസ്ലാം ഒരു ദാമ്പത്യ ജീവിതത്തിൽ പറയുന്ന പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥകൾ കൂട്ടുകുടുംബ സിസ്റ്റത്തിൽ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദമ്പതിമാർ തമ്മിലുള്ള സ്വകാര്യതയുടെ വിഷയം ഇസ്ലാം ധാരാളമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം ഒരു വിവാഹ ജീവിതത്തിലൂടെ 2 പേർക്കിടയിൽ രൂപപ്പെടുന്ന ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മറ്റേത് ബന്ധത്തെക്കാളും വലിയ ഒരു ബന്ധമായിട്ടത് മാറുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധമൊക്കെ എത്ര പവിത്രമാകുമ്പോഴും അതിന് ചില അതിർവരമ്പുകളുണ്ട്. എന്നാൽ മാനസികവും ശാരീരികവുമായ യാതൊരു അതിർവരമ്പുകളുമില്ലാത്ത ഒരു ബന്ധം വിവാഹ ജീവിതത്തിലൂടെയാണ് സാധ്യമാകുന്നത്.
ആ പറയുന്ന ബന്ധത്തെ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ദമ്പതികൾ പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത നിലനിർത്തുന്ന കുറേ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു കൂട്ടുകുടുംബ സിസ്റ്റത്തിനകത്ത് അത് പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസകരമാണ് എന്നതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ഇണയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല സ്വതക്കയാണ്. അപ്പോൾ പരസ്പരം ഭക്ഷണം വാരിക്കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ദമ്പതികൾക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ഒരു ആഴമാണ്. പക്ഷേ അത് അവരുടെ ആ ഒരു സ്വകാര്യത എത്രമാത്രം പാലിക്കപ്പെടാൻ ഒരു വലിയ കുടുംബത്തിനകത്ത് പലപ്പോഴും കഴിയുകയില്ല. അതുപോലെ തന്നെ അത്തരം കുറേ വിഷയങ്ങൾ പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും മുന്നോട്ട് വെച്ചുകൊണ്ട് പല ഇസ്ലാമിക പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, വിവാഹം കഴിയുന്നതോടുകൂടി ആ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് സ്വകാര്യമായ ഇടം ലഭിക്കുന്ന രൂപത്തിൽ ഒരു താമസ സ്ഥലം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ വലിയ സാമ്പത്തിക ബാധ്യത ആവശ്യമുള്ള വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ നിലക്ക് അതിനെ കാണുമ്പോൾ, പക്ഷേ വേറൊരർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ വിവാഹിതരായി അധികം താമസിയാതെ മാറി താമസിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മാറി താമസിക്കുന്ന ദമ്പതികളെ കുറിച്ച് എന്താണ് പൊതുവെ നമ്മളുടെ സമൂഹം വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട്? ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊന്നും അതത്ര പ്രശ്നമുള്ള ഒരു കാര്യമാവില്ല. കാരണം ഇവിടെ സ്ത്രീകൾ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് കൊണ്ട് പലപ്പോഴും അതൊരു പ്രയാസകരമായൊരു സാഹചര്യത്തിൽ വരില്ല. പക്ഷേ അതല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും പെൺകുട്ടികൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള പല തരത്തിലുള്ള വഴികളും അവർക്ക് ആലോചിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ തലമുറയിലൊക്കെ ഒരു ജോലി ഇല്ലാതെ വിവാഹം കഴിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ വിഷയമുണ്ട്. പക്ഷേ മറ്റൊന്ന് ഇങ്ങനെ അത്തരം വീടുകൾക്കകത്ത് കഴിയുന്നത് കൊണ്ടുള്ള ഒരു പ്രയാസത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലിൻ്റെ ഒരു അവസ്ഥയിലേക്കാണ് അവർ ഇതുപോലും ആലോചിക്കുന്നത്. അതേസമയം സ്വന്തമായി വീടുള്ള, സ്വന്തമായി താമസ സ്ഥലമുള്ള ഇടത്ത് താമസിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകട്ടെ ജോലിക്ക് പോകുക എന്ന് പറയുന്നത് അത്ര താല്പര്യമുള്ള ഒരു വിഷയമായിട്ട് മാറുന്നില്ല. അപ്പോൾ അടിസ്ഥാന പ്രശ്നം ജോലി എന്നതല്ല, മറിച്ച് ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു സ്വകാര്യത ലഭിക്കാത്ത ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒരു വിവാഹം കഴിയുമ്പോൾ, നമ്മളുടെ മകൻ്റെ വിവാഹം കഴിയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലുള്ള നമ്മളുടെ ഇടപെടൽ, മാതാപിതാക്കളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി അതിൽ ചില പുനർവിചിന്തനങ്ങൾ ആവേണ്ടി വരും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന രൂപത്തിൽ വിവാഹം എന്ന് പറയുന്നത് അവരുടെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കുന്ന ഒരു ഇടം എന്ന രൂപത്തിലേക്കുള്ള ആലോചനകളിലേക്ക് പോവുകയാണ്. വിശദമായിട്ട് സംസാരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും നമ്മളുടെ കുടുംബത്തിനകത്ത് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഒരു സ്ത്രീയുടെ ചുമതലയിലാണ്. പുരുഷന് പ്രത്യേകിച്ച് അവർ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, പൈസ കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കഴിഞ്ഞാൽ ബാക്കി വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ചുമതലയാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി പൊതുവെ നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലും നമുക്കറിയാം, ഇനി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ആ സ്ത്രീയുടെയും മക്കളുടെയും ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം പുരുഷനാണ് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. ഈ ഭക്ഷണത്തിൻ്റെ വിശദാംശം എന്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം ഒരു വീട്ടിൽ ഉണ്ടാവുക, അതായത് കഴിക്കാൻ പാകത്തിൽ ഭക്ഷണം ഒരു വീട്ടിൽ ഉണ്ടാവുക എന്നതിൻ്റെ ഉത്തരവാദിത്തം പുരുഷനുണ്ട്. അതിൻ്റെ അർത്ഥം ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തതുകൊണ്ടോ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തത് കൊണ്ടോ തീരുകയില്ല, മറിച്ച് കഴിക്കാൻ പാകത്തിൽ അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ്. അതിനർത്ഥം എന്താ? ആ വാങ്ങിത്തന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ് എന്നതാണ്. ആ സ്ത്രീ പറയാണ്, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയൂല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അതിനെ മാനിക്കണമെന്നും, സാമ്പത്തികമായ സ്ഥിതിയിലുള്ള സാമ്പത്തികാവസ്ഥ ഉള്ള പുരുഷന്മാരാണെങ്കിൽ
ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആളുകളെ അവിടെ ഏർപ്പാടാക്കി കൊടുക്കണമെന്നും, ഇനി ഒരു സ്ത്രീ പറയാണ്, ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊള്ളാം, പക്ഷേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എനിക്ക് സാലറി തരണം എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ കൊടുക്കണമെന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹനഫി മദ്ഹബിലെയും ഷാഫി മദ്ഹബിലെയും അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം ഇനി മുതൽ സ്ത്രീകളൊന്നും അത് ചെയ്യേണ്ടെന്നല്ല. നമ്മുടെ സ്ത്രീകൾ അത് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന് ആവശ്യമായ സാമ്പത്തികമായ കാര്യത്തിനൊക്കെ ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് സ്ത്രീകൾ ഇതൊക്കെ നിർവഹിക്കുന്നുണ്ട്. അവിടെ പുരുഷന്മാർ ചെയ്യേണ്ട കാര്യം, പലപ്പോഴും പുരുഷന്മാർ പറയുന്ന ഒരു പ്രയോഗം, ഞാൻ വീട്ടിൽ സഹായിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്. ആ പ്രയോഗമടക്കം ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം തെറ്റാണ്. കാരണം നമ്മളല്ല സഹായിക്കുന്നത്, സ്ത്രീകളെ നമ്മൾ സഹായിക്കുകയല്ല. ശരിക്കും പുരുഷന്മാരുടെ ഉത്തരവാദിത്തത്തിൽ സ്ത്രീകൾ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പുരുഷന്മാരുടെ ഒരു ബാധ്യതയിൽ സ്ത്രീകൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിഗണനയും കാര്യങ്ങളുമൊക്കെ തിരിച്ചു കൊടുക്കുക എന്നതാണ് അതിനോട് ചെയ്യേണ്ട നീതി എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ വിഷയവും വളരെ പ്രധാനമാണ്. കാരണം സ്ത്രീകളുടെ സാമ്പത്തിക ഉടമാധികാരത്തെ പലപ്പോഴും നമ്മളുടെ സമൂഹത്തിലെ കുടുംബ വ്യവസ്ഥക്കകത്ത് പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ്. ശരിക്കും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരാളുടെ സമ്പത്ത് അവരുടെ സമ്മതമോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന്. അത് ഭർത്താവാണെങ്കിൽ പോലും ഒരു സ്ത്രീയുടെ പൂർണ്ണ സമ്മതവും അനുവാദവും ഉണ്ടെങ്കിലേ സ്ത്രീയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയല്ല നടക്കുന്നത്. അവർ വിവാഹം കഴിയുന്നതോടുകൂടി അവരുടെ എല്ലാ സ്വത്തും എൻ്റേതാണ്. ഒരു സ്നേഹത്തിൻ്റെയും പരസ്പര ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു ഭാഷയിൽ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യമാകുമ്പോഴും അതിലൊരു വിഷയം, ഒരു പ്രശ്നം വരുമ്പോഴാണ് അതൊക്കെ പ്രശ്നമാവുക. നേരെ മറിച്ച് നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹർ അവളുടേത് മാത്രമാണ്. അവൾക്ക് അനന്തരാവകാശമായി കിട്ടുന്നത് അവളുടേത് മാത്രമാണ്. വിവാഹ സമയത്ത് അവളുടെ പിതാവോ മറ്റോ കൊടുക്കുന്ന സ്വർണമടക്കമുള്ള കാര്യങ്ങൾ അവളുടേത് മാത്രമാണ്. അവൾ ജോലിക്ക് പോയി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ശമ്പളം അവളുടേത് മാത്രമാണ്. അതിൽ നിന്ന് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പുരുഷന് നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വീകരിക്കാം. അല്ലാതെ കണ്ട് അവളുടെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്, ജോലിയുള്ള സ്ത്രീകൾ വരെ അവരുടെ ATM കാർഡടക്കം ഭർത്താക്കന്മാരുടെ കയ്യിലായിരിക്കും. എന്നിട്ട് ആ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അവരുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സ്വന്തമായി വാങ്ങണമെങ്കിൽ ഭർത്താവിനോട് യാചിക്കേണ്ട അവസ്ഥയുള്ള പല കുടുംബങ്ങളുമുണ്ട്, പല അനുഭവങ്ങളുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് സംഭവിക്കുന്നത് ഇസ്ലാമിൻ്റെ കുഴപ്പമായതുകൊണ്ടല്ല, മറിച്ച് ഈ പറയുന്നത് പോലെ നമ്മളുടെ തെറ്റായ പ്രാക്ടീസിങ് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും കുടുംബ കാഴ്ചപ്പാടിൽ വലിയ അർത്ഥത്തിലുള്ള തകരാറുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ തിരുത്തലുകൾ എന്ന് പറയുന്നത് നമുക്ക് അകത്തുകൂടി വളരെ പ്രധാനപ്പെട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിഭാവനയിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വം, അവരുടെ അഭിമാനം, അതുപോലെ അവരുടെ സുരക്ഷിതത്വം എല്ലാം സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇസ്ലാം ഓരോ ഘട്ടത്തിലും സ്ത്രീയെ കാണുന്നത്. പക്ഷേ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമത്തിനകത്തെ അതൊക്കെ വർക്ക് ചെയ്യപ്പെടുന്നുള്ളൂ. അതിനപ്പുറം മറ്റു പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളും നമ്മളുടെ കുടുംബ കാഴ്ചപ്പാടുകളെ, നമ്മളുടെ സാമൂഹിക കാഴ്ചപ്പാടുകളെ ബാധിക്കുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു വിഭാവന കൂടിയാണ് തകർക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു നന്മയുടെ ആ നന്മ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥ കൂടി സംജാതമാകുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. കാരണം കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാമിന് ലോകത്തിനും സമൂഹത്തിനും നൽകാൻ കഴിയുന്ന വലിയ ഒരു സന്ദേശമാണ്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അതുപോലെ തന്നെ പരസ്പരമുള്ള സഹവർത്തിത്വത്തിൻ്റെ, മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുടെ ഒക്കെ പാഠശാലയാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ. മുസ്ലിം കുടുംബങ്ങളെ നോക്കിക്കൊണ്ടും കണ്ടുകൊണ്ടും ഇസ്ലാം എത്ര മനോഹരമാണ്, ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഗതിയെ പലപ്പോഴും നമ്മൾ തെറ്റായ പ്രാക്ടീസിങ്ങിലൂടെ അതിൻ്റെ നന്മകൾ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ ഇല്ലാതാക്കുന്നു.
അത് നമ്മളുടെ കുടുംബ ജീവിതത്തിനകത്ത് തെറ്റായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളുടെ ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, മറിച്ച് ഇസ്ലാമിനോട് ചെയ്യുന്ന അനീതി കൂടിയാണ്. കാരണം ഇസ്ലാമിനെ ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ കുടുംബം കൂടി നോക്കിക്കൊണ്ടാണ്. അതിനകത്ത് ഏറ്റവും സുന്ദരമായി അതിനെ ആവിഷ്കരിക്കുക എന്നത് നമ്മൾ ഇസ്ലാമിനോട് ചെയ്യേണ്ട ഒരു നീതി കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന വിഷയം ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ പ്രവേശിക്കാതിരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ കുടുംബ വ്യവസ്ഥക്കകത്ത് ഈ രൂപത്തിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആ കാര്യങ്ങൾ പരസ്പര പൂരകമായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള, റെസ്പെക്റ്റ് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ് കുടുംബജീവിതത്തിൽ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും നമ്മൾ പഠിപ്പിക്കപ്പെടാറുള്ളത് സ്ത്രീകൾ പുരുഷന്മാരെ ബഹുമാനിക്കണം എന്നാണ്. അത് വേണ്ടതാണ്. ഒരു കുടുംബജീവിതത്തിനകത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുരുഷൻ ധാരാളമായി അധ്വാനിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ റെസ്പെക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ സ്ത്രീകൾ നിർവഹിക്കുന്ന പങ്കും ഒട്ടും ചെറുതല്ല. പുരുഷന്മാർ നിർവഹിക്കുന്നതിന് തുല്യമായ, അതിനേക്കാൾ പ്രയാസം നിറഞ്ഞ പല കാര്യങ്ങളും സ്ത്രീകൾ ഒരു കുടുംബജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. അത് വളരെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. നമ്മളുടെ സമൂഹം പലപ്പോഴും സമ്പാദ്യമുള്ള, ജോലിയുള്ള സ്ത്രീക്കാണ് വാല്യൂ കൽപ്പിക്കപ്പെടാറ്. അങ്ങനെയല്ല. ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ, അവരുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ ഒരു റെസ്പെക്റ്റ് പരസ്പരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.